ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു വ്യത്യസ്തമായ പോസ്റ്റാണ് കേട്ടോ. അതായത് നമ്മൾക്ക് എല്ലാവർക്കും ഈ ജാപ്പനീസ് സ്ത്രീകളെയും അതുപോലെ കൊറിയൻ സ്ത്രീകളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ. അവരുടെ സ്കിന്നിനൊക്കെ നല്ല തിളക്കം, എത്ര പ്രായമായാലും പ്രായം തോന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട്. അത് ഒന്നാമത്തെ അവരുടെ ക്ലൈമറ്റിക് കണ്ടീഷനാണ്, രണ്ടാമത്തെ അവരുടെ ഭക്ഷണം രീതി അങ്ങനെയുണ്ട്. പിന്നെ അവർക്കൊരു ക്ലെൻസിങ് ടെക്നിക്ക് ഉണ്ട്. അതും അവരുടെ സ്കിന്നിന് ഇങ്ങനെ യുവത്വം നിലനിർത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ക്ലെൻസിങ് ടെക്നിക്ക് കാണാൻ ഇടയായി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 4 to 4 എന്നാണ് അതിനെ പറയണത്. അതായത് 4 മിനിറ്റ് അവർ പിന്നെ എണ്ണ വെച്ച് മസാജ് ചെയ്യും. ഓയിൽ മസാജാണ്, മുഖവും കഴുത്തും ഒക്കെ. അത് കഴിഞ്ഞ് 2 മിനിറ്റ് എന്തെങ്കിലും ക്ലെൻസർ കൊണ്ട് മസാജ് ചെയ്യും. അടുത്ത 4 മിനിറ്റ് ആദ്യം ചെറിയ ചൂടുവെള്ളം കൊണ്ട് മസാജ് ചെയ്യും. അതിന് ശേഷം തണുത്ത വെള്ളം കൊണ്ട് മസാജ് ചെയ്യും. ഇതാണ് ആ ക്ലെൻസിങ് ടെക്നിക്ക്. ഇങ്ങനെ നമ്മൾ മുഖം ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ പിന്നെ മുഖത്തുള്ള എങ്ങനെയെല്ലാം നമ്മുടെ മുഖത്ത് അഴുക്ക് പറ്റുമെന്ന് നമുക്കറിയാമല്ലോ. മേക്കപ്പിൻ്റെ അവശിഷ്ടം കാണും, സൺസ്ക്രീനിൻ്റെ അവശിഷ്ടം കാണും, അതുപോലെ തന്നെ മോയ്സ്ചറൈസറിൻ്റെ അവശിഷ്ടം കാണും. നമ്മൾ എന്ത് മുഖത്തിടുമ്പോഴും അതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങൾ നമ്മളെങ്ങനെയെല്ലാം ക്ലെൻസ് ചെയ്താലും ഈ പോഴ്സിലൊക്കെ അടിഞ്ഞിരിക്കും അല്ലേ. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ളവരുടെ കാര്യം പറയണ്ട. അവരുടെ സ്കിന്ന് വല്ലാണ്ട് അവരുടെ സുഷിരങ്ങളൊക്കെ വലുതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവിധമായ ഡാമേജും ആ സ്കിന്നിൽ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്കിൻ പ്യുവറാക്കി നല്ല ക്ലീൻ ആക്കുന്നതിന് ഡീപ്പ് ക്ലെൻസിങ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡീപ്പ് ക്ലെൻസിങ് ആണ്. സ്കിൻ ടോൺ നന്നാവും, ബ്രേക്ക് ഔട്ട് ഇല്ലാണ്ടാവും. അതിലെല്ലാത്തിലുപരി നമ്മുടെ സ്കിന്നിലെ പുറംപാളി നല്ല പിന്നെ സംരക്ഷണം നൽകുന്നതിനും എല്ലാത്തിനും ഈ ഒരു പിന്നെ 4 to 4 ക്ലെൻസിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് പരീക്ഷിച്ചാലോ. അപ്പോൾ നമ്മുടെ സ്കിന്നും അങ്ങനെ ആവുമെന്ന് നോക്കാമല്ലോ. അങ്ങനെ ആയില്ലേലും നമ്മുടെ സ്കിന്ന് നല്ല പിന്നെ ബ്രൈറ്റാവും, ഹെൽത്തി ആയി നല്ല തിളങ്ങണ ഒരു ലുക്കൊക്കെ നമുക്ക് കിട്ടാൻ ഈ ഒരു ക്ലെൻസിങ് കൊണ്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 4 മിനിറ്റ് നമ്മൾ ഓയിൽ വെച്ചാണ് മസാജ് ചെയ്യണത്. ഓയിലെന്ന് പറയുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയും ആൽമണ്ട് ഓയിലൊന്നും അല്ല കേട്ടോ. അതൊന്നും വേണ്ട. നമുക്ക് ഇപ്പം വാങ്ങാൻ കിട്ടുന്ന ഹൊഹപ്പ ഓയിൽ വാങ്ങാൻ കിട്ടും, ഗ്രേപ്പ് സീഡ് ഓയിൽ വാങ്ങാൻ കിട്ടും, റോസ് ഹിപ്പ് ഓയിൽ വാങ്ങാൻ കിട്ടും, ആർഗൻ ഓയിൽ വാങ്ങാൻ കിട്ടും. ഇതിലേതെങ്കിലും ഒരു ഓയിൽ മതി. ഇതൊക്കെ ലൈറ്റ് ആയിട്ടുള്ള ഓയിൽസാണ്. അപ്പോൾ ഈ ഓയിലെടുത്ത് നമ്മൾ മുഖം ആദ്യം നമ്മളൊന്ന് ക്ലെൻസ് ചെയ്യണം. നമ്മുടെ സാധാരണ ക്ലെൻസ് നമ്മുടെ തിളപ്പിക്കാത്ത പാല് തന്നെയാണ് എപ്പോഴും നല്ലത്. കോട്ടണിലേക്ക് മുഖമൊക്കെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് മുഖം കഴിയതിന് ശേഷം നമുക്ക് ഈ ഓയിൽ കുറച്ചെടുത്തിട്ട് ചെറിയായിട്ട് ചൂടാക്കണമെങ്കിൽ ചൂടാക്കാം. ഡബിൾ ബോയിൽ സിസ്റ്റം വെച്ച് തിളച്ച വെള്ളത്തിലിറക്കി വേറൊരു പാത്രത്തിലോട്ട് വെച്ച് ചൂടാക്കാം. ചൂടാക്കിയില്ലേലും കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ ആ കുറച്ച് എണ്ണ എടുത്തിട്ട് ഒരു 4 മിനിറ്റ് മസാജ് ചെയ്യണം. അപ്പം മസാജ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും അപ്വേഡ് മസാജ് ചെയ്യണം. ഒരു കാരണവശാലും താഴത്തേക്ക് മസാജ് ചെയ്യരുത്. കഴുത്തിലൊക്കെ നമ്മൾ അപ്വേഡ് മസാജ് ചെയ്യണം, അല്ലെങ്കിൽ സൈഡ് വൈസ് മസാജ് ചെയ്യണം. പിന്നെ നമ്മൾ റൗണ്ട് മസാജ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. അങ്ങനെ 4 മിനിറ്റ് നമ്മൾ ഈ ഓയിൽ ഏതെങ്കിലും വെച്ച് നമ്മൾ 4 മിനിറ്റ് മസാജ് ചെയ്ത് മുഖമൊക്കെ നന്നായിട്ട് ആ ഓയിലൊക്കെ നമുക്ക് ഒരു കോട്ടൺ കൊണ്ട് തുടച്ച് നീക്കിയിട്ട് അടുത്ത 2 മിനിറ്റ് മസാജ് നമ്മൾ ക്ലെൻസർ വെച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലെൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കണേ. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ളവർക്കും മിക്കവാറും എല്ലാവരും വാട്ടർ ബേസ്ഡോ അല്ലെങ്കിൽ ജെൽ ബേസ്ഡോ പിന്നെ ഉപയോഗിച്ചാൽ മതി മസാജ് ചെയ്യാനുള്ള ക്ലെൻസർ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള പിന്നെ ക്ലെൻസർ വാങ്ങണം. അത് വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് 2 മിനിറ്റ് നേരത്തെ ഞാൻ പറഞ്ഞുകൂടെ അപ്വേഡ് സൈഡ് വേസ് റൗണ്ട് മോഷൻ മസാജ് ചെയ്യണം. ഓക്കെ, 2 മിനിറ്റ് കേട്ടോ, അധികമൊന്നും വേണ്ട. 2 മിനിറ്റ് നമുക്ക് ഈ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളതും അതുപോലെ ടീ ട്രീ അടങ്ങിയിരിക്കുന്നതും പിന്നെ സാലിസിലിക് ആസിഡ് അടങ്ങിയിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഇത് നോക്കി തിരഞ്ഞെടുത്ത്, ഞാൻ വേണമെങ്കിൽ 2 എണ്ണം
പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഓയിലി സ്കിന്നാണെങ്കിൽ വാട്ടർ ബേസ്ഡാണ് നല്ലത്, അതല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ഉപയോഗിച്ചോളൂ. ഇനി ഡ്രൈ സ്കിന്നാണ് നിങ്ങളുടെ എങ്കിൽ ജെൽ ബേസ്ഡോ അല്ലെങ്കിൽ ക്രീമി ബേസ്ഡോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ 2 മിനിറ്റ്സ് മസാജിന് കേട്ടോ. അപ്പോൾ 2 മിനിറ്റ്സ് മസാജ് കഴിഞ്ഞു. അപ്പം നമ്മൾ 4 മിനിറ്റ് ചെയ്തു, 2 മിനിറ്റ്സ് ചെയ്തു. ഇനി അടുത്ത 4 മിനിറ്റാണ് നമ്മൾ ചെയ്യേണ്ടത് വെറുതെ വെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ കേട്ടോ. ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ ഒരു 2 മിനിറ്റ് മസാജ് ചെയ്യുക. അത് കഴിഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ 2 മിനിറ്റ് മസാജ് ചെയ്യുക. അപ്പോൾ 4 മിനിറ്റായേ. എന്നിട്ട് അപ്പോൾ നല്ല നമ്മുടെ എന്തുകൊണ്ട് ഗുണം എന്താണെന്നോ, നമ്മുടെ ഈ സുഷിരങ്ങളെല്ലാം തുറന്ന് സുഷിരങ്ങളിലെ എല്ലാ അഴുക്കുകളും പുറത്തുപോയി വൃത്തിയായി. ഈ ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞ് ക്ലെൻസും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ. അത് കഴിഞ്ഞ് ഈ സുഷിരങ്ങളെല്ലാം നമ്മളിപ്പോൾ ആദ്യം ചെറിയ ചൂടുവെള്ളത്തിലും പിന്നെ തണുത്ത വെള്ളത്തിലും ഒക്കെ മസാജ് ചെയ്യുന്നതുകൊണ്ട് ഈ സുഷിരങ്ങളൊക്കെ അടയും. ഓക്കെ. അപ്പോൾ നല്ല സ്കിന്ന് നല്ല ടൈറ്റാവുകയും നല്ല എന്താ പറയണേ, നല്ല തിളക്കം കിട്ടുകയും നല്ല ഹെൽത്തി ലുക്ക് കേട്ടോ കിട്ടുകയും ചെയ്യും. അതിനാണ് ഈ നമ്മൾ 4 to 4 ക്ലെൻസിങ് ചെയ്യുന്നത്. ഇത് പിന്നെ പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ളവർക്ക് വളരെ എഫക്റ്റീവാണ്. അവരുടെ മുഖത്താണല്ലോ അപ്പടി എണ്ണയൊക്കെ സുഷിരങ്ങളിലൊക്കെ എണ്ണ കഴിഞ്ഞിരിക്കുക, കിനിഞ്ഞ് വരിക. അതുപോലെ തന്നെ അവർക്ക് സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ പ്രവർത്തനം കൂടുതൽ, സെബം കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ക്ലെൻസിങ് രീതിയാണിത്. ഒരു 3 പ്രാവശ്യം ആഴ്ചയിൽ ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. കൂടുതലൊന്നും ചെയ്യണ്ട. സമയം നോർമൽ, സെൻസിറ്റീവ്, ഡ്രൈ സ്കിൻ എല്ലാം ഉള്ളവർ ആഴ്ചയിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. 1 പ്രാവശ്യമെങ്കിലും ചെയ്താൽ മതി. അത്രയ്ക്ക് ഇത് നമ്മുടെ സ്കിന്നിന് വളരെ പിന്നെ ആരോഗ്യം നൽകുന്ന ഒരു ക്ലെൻസറാണ്, ക്ലെൻസിങ് രീതിയാണ് ഞാനീ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി ചിലർക്ക് സംശയമുണ്ട്, ക്ലെൻസിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാക്ക് ഇടണ്ടേ എന്ന് ഉള്ളൊരു ഡൗട്ട് വരും. പാക്ക് നിങ്ങൾ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇത് ഒള്ളി ക്ലെൻസ് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പാക്ക് എന്തെങ്കിലും ഇടുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മുൾട്ടാണി മിട്ടി റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിടാം. പിന്നെ നമ്മൾ ഒത്തിരി പാക്കുകളുണ്ടല്ലോ, ഞാൻ തന്നെ ഒത്തിരി പാക്കുകൾ കണ്ടിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പാക്കായിട്ട് ഇടാം. പക്ഷേ പാക്ക് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ ഇതങ്ങ് വല്ലാണ്ട് ഡ്രൈ ആവണ്ട കേട്ടോ. ഇങ്ങനെ ഉണങ്ങി ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു സെമി ഡ്രൈ ആവുമ്പോൾ അതങ്ങോട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. പാക്ക് ഇടേണ്ട ആവശ്യമേ ഇല്ല ഇതിന്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇച്ചിരി പാക്ക് ഇടാൻ തോന്നും. അങ്ങനെ പാക്ക് ഇട്ടുന്നോർത്ത് കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് ഈ ക്ലെൻസിങ്ങിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും കേട്ടോ. അതായത് 4 മിനിറ്റ് ഓയിൽ വെച്ച് മസാജ് ചെയ്യുക, 2 മിനിറ്റ്സ് ക്ലെൻസർ വെച്ച് മസാജ് ചെയ്യുക. അടുത്ത 4 മിനിറ്റ്സ് നമ്മൾ ചെയ്യുന്നത് ആദ്യം ചെറു ചൂടുവെള്ളത്തിൽ മസാജ് ചെയ്യുന്നു, പിന്നെ നമ്മൾ തണുത്ത വെള്ളത്തിൽ മസാജ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ചെയ്തത് കേട്ടോ. പിന്നെ മസാജ് ചെയ്യാൻ അർഗൻ ഓയിൽ, റോസിപ്പ് ഓയിൽ, അങ്ങനെയുള്ള ഓയിൽസ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ തന്നെ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.